ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വേറൊന്നുമല്ല, നമ്മൾ പറയാൻ പോകുന്നത് ഫ്രാൻസ് വിത്ത് നോർവേ വേൾഡ് കപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പിലെ ഒരു മത്സരമായിരുന്നു. ഫ്രാൻസ് വിത്ത് നോർവേ. ആ ഗ്രൂപ്പിലെ സാധ്യതകളും ആ മത്സരത്തെക്കുറിച്ചുമാണെന്ന് പറയാനുള്ളത്. തുടക്കം തന്നെ പറയാം, ഫ്രഞ്ച് പടയുടെ അധിനിവേശം തന്നെയായിരുന്നു. അവർ അടിച്ച് കയറുകയായിരുന്നു. എന്താ പറയണേ, നോർവേനെ അട്ടപ്പട്ടലം പൂട്ടുന്ന രീതിയിൽ തന്നെയായിരുന്നു അവരുടെ ഫ്രാൻസിൻ്റെ കളി. ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടന്ന കളി, എന്താ പറയണേ, എംബാപ്പെ ഹാലൻഡ് മത്സരം പ്രതീക്ഷിച്ചാണ് നമ്മൾ ഈ പറയും പോലെ 10,000 ആൾക്കാരുടെ സ്റ്റേഡിയത്തിൽ ഒത്തുകൂടി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഹാലാഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൂപ്പർ താരമാണ് നോർവേ. എംബാപ്പെ അറിയാലോ, എംബാപ്പെ വമ്പൻ സൂപ്പർ താരമാണ്. ഇവർ തമ്മിലുള്ളൊരു മത്സരം എന്നുള്ള രീതിയിലാണ് ഈ മത്സരത്തിന് ഭയങ്കര പ്രശസ്തിയും പേരും വന്നത്. പക്ഷേ എന്തോ നോർവേയുടെ കോച്ച് അവിടുത്തെ സൂപ്പർ താരങ്ങളെ ആരെയും തന്നെ കളിയിൽ ഇറക്കിയില്ല. അവർക്ക് വിശ്രമം നൽകി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ ആ മത്സരം പ്രതീക്ഷ വന്ന അവർ അന്ന് അത് കിട്ടിയില്ല. അങ്ങനെ അപ്പോഴാണ് നമ്മുടെ ഫ്രാൻസിൽ നിന്ന് പുതിയൊരു താരം ഉയർന്നു വന്നത് എന്ന് പറയുന്നത് ഉസ്മാൻ ഡെമ്പല്ലേ എന്നുള്ള സൂപ്പർ താരമാണ്. 3 ഗോളാണ് പുള്ളി ഇന്ന് അടിച്ചു കൂട്ടിയത്. അങ്ങനെ 4-1 നമ്മുടെ നോർവേയെ പരാജയപ്പെടുത്തിയത്. അതോടുകൂടി നമ്മുടെ ഗ്രൂപ്പിൽ 9ാം സ്ഥാനക്കാരായിട്ടാണ് ഫ്രാൻസ് അടുത്ത ഘട്ടത്തിലേക്ക് 9 പോയിൻ്റോടുകൂടി 1ാം സ്ഥാനക്കാരായിട്ടാണ് ഫ്രാൻസ് കയറിയിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് നോർവേയും ഉണ്ട്. അപ്പോൾ നമ്മുടെ മത്സരത്തിലേക്ക് പൂർണ്ണമായ വിവരങ്ങൾ അറിയുന്നതിന് നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാഫിലേക്ക് കടക്കാം. അങ്ങനെ ഗൈസ്, കളി തുടങ്ങി. റഫറി വിസിൽ മുഴുക്കി എന്ന് തന്നെ പറയാം. വെറും കണ്ണടച്ച് മുമ്പ് നമ്മുടെ എംബാപ്പയുടെ ആക്രമണമായിരുന്നു. എംബാപ്പെ തകർത്ത് എന്താ പറയുന്നത്, ഒരു വമ്പൻ ഗോൾ തന്നെ അടിക്കാനായിട്ട് അടിച്ചു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ക്രോസ് ബാറിൽ തട്ടി തെറിച്ചു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ വെറും 22ാം സെക്കൻഡിൽ തന്നെ എംബാപ്പെ കളി തുടങ്ങിക്കഴിഞ്ഞു. അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ എന്താ പറയണേ, നിർഭാഗ്യവശം എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ 4ാം മിനിറ്റിൽ, ഫസ്റ്റ് ഹാഫിൽ 4ാം മിനിറ്റിൽ എംബാപ്പെ അടുത്ത ഗോൾ അടിക്കാനുള്ള പരിശ്രമമായിട്ട് ചെന്നു. പക്ഷേ അവിടെയും നമ്മുടെ ഗോൾ കീപ്പർ സെൽവിക്കാണ് നമ്മളെ തടഞ്ഞു നിർത്തി നമ്മൾ നോർവേയെ തുടക്കം തന്നെ ഒരു അടിയിൽ നിന്ന് രക്ഷിച്ചത്. പക്ഷേ അധികം നേരം നീണ്ടു വെക്കാൻ ഇവർക്ക് സാധിച്ചില്ല. ഇവർ 7ാം മിനിറ്റിലാണ് നമ്മുടെ ഹാട്രിക് അടിച്ചവൻ്റെ കളി തുടങ്ങാൻ പോകുന്നത്. അത് എംബാപ്പയുടെ പന്ത് സ്വീകരിച്ച നമ്മുടെ ഉസ്മാൻ ഡെമ്പല്ലേ 1-0 ലീഡ് കൊടുത്തു. അങ്ങനെ 7ാം മിനിറ്റിൽ ഫ്രാൻസ് ലീഡ് ആരംഭിച്ചു. അങ്ങനെ അതിനുശേഷം 20ാം മിനിറ്റിലായപ്പോഴേക്കും ഡെമ്പല്ലേ 2ാമത്തെ ഗോളും നേടി. അതായത് വലതുഭാഗത്തുമായി കട്ട് ചെയ്ത പന്ത് നമ്മുടെ ഡെമ്പലെ നല്ല അടിപൊളിയായിട്ടെടുത്ത് സെൽവിക്കിന് പൂർണ്ണമായും കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് ഇടത് കോർണറിലേക്ക് ഒരു ഒന്നാന്തരം ഷോട്ട് കൊടുത്ത് അങ്ങനെ 2-0 അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും 2-0 ഫ്രാൻസ് മുന്നിലെത്തി. അപ്പോൾ തന്നെ ഏകദേശം നോർവേയുടെ തടു ഒടിഞ്ഞു. നോർവേ തിരിച്ചു വരില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നോർവേ എന്നുള്ള രാജ്യത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം അവരുടെ കളിയും. അങ്ങനെ 21ാം മിനിറ്റിൽ ഫ്രാൻസിലെ ആഘോഷങ്ങൾക്കെല്ലാം മങ്ങലേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ നോർവേയുടെ ഫസ്റ്റ് ഗോള് തീലോ ആണ് ഫ്രഞ്ച് ഗോൾ കീപ്പറെ മറികടന്നുകൊണ്ട് ഗോളടിച്ചത്. അങ്ങനെ 2-1 21ാം മിനിറ്റിൽ 2-1 നോർവേ തിരിച്ചടിച്ചു. എന്നാൽ ഇനി നോർവേ തിരിച്ചടിക്കും, നോർവേ സമനില പിടിക്കും എന്ന പ്രതീക്ഷ നമുക്ക് അവിടെയും തെറ്റി. ഫ്രാൻസിൻ്റെ അടുത്ത ഗോൾ, ഡെമ്പല്ലയുടെ 3ാമത്തെ ഗോൾ, അങ്ങനെ 3ാമത്തെ ഗോൾ ഡെമ്പല്ലെ നേടി. അങ്ങനെ 3-0 കളി ഫസ്റ്റ് ഹാഫ് 3-1 അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചത്. ഈ ഏറ്റവും വേഗതയിൽ ഹാട്രിക് നേടുന്ന 2ാമത്തെ ഹാട്രിക്കായി മാറി ഇന്നത്തെ കളിയിലെ ഡെമ്പല്ലയുടെ. അങ്ങനെ വെറും 25 മിനിറ്റിലാണ് 3 ഗോളുകൾ നേടിയ ഡെമ്പല്ലയാണ്. ഈ ലോകകപ്പിൽ തന്നെ മികച്ചൊരു പ്രകടനം തന്നെയാണ് കേട്ടോ ഇന്നത്തെ. അങ്ങനെ കളി 3-1 ഫസ്റ്റ് ഹാഫ് അവസാനിച്ചത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ മെയിനായിട്ടുള്ളത് ഒരു പെനാൽറ്റി സേവ് ഉണ്ടായിരുന്നു. പിന്നെ കളിയുടെ പൂർണ്ണ മേധാവിത്യം നമ്മുടെ ആർക്കായിരുന്നു അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഫ്രാൻസിലായിരുന്നു. അങ്ങനെ 2ാം പകുതി തുടങ്ങി. 2ാം പകുതി വിസിലൂതി. അങ്ങനെ 2ാം പകുതിയിൽ കളി തിരിച്ചു പിടിക്കാൻ നോർവേ തകർത്ത് തന്നെയാണ് ഇറങ്ങിയത്. നോർവേ അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്തു. അങ്ങനെ നോർവേക്ക് അനുകൂലമായി ലഭിച്ചൊരു പെനാൽറ്റി കിട്ടി. അത് എടുക്കാൻ വന്നത് ജോർഗൻ ലാർസൺ എന്നായിരുന്നു. പക്ഷേ ഫ്രഞ്ച് ഗോൾ കീപ്പർ മൈനൻ അത് തകർപ്പൻ രീതിയിൽ തന്നെ തട്ടിമാറ്റി. അങ്ങനെ പെനാൽറ്റി ഷൂട്ട് സേവ് ചെയ്യുന്ന നല്ലൊരു ഗോൾ കീപ്പർ കൂടിയായി നമ്മുടെ ഫ്രാൻസിൻ്റെ മൈനൻ മാറി. അങ്ങനെ നല്ലൊരു അവസരമായിരുന്നു നോർവേക്ക് തിരിച്ചു വരാൻ കിട്ടിയത്. പക്ഷേ നോർവേ ആ പെനാൽറ്റി മിസ്സാക്കി എന്ന് തന്നെ പറയാം. അങ്ങനെ 3-1 കളി അവസാനിക്കും എന്ന്
എന്ന് കരുതിയ നമുക്ക് പിന്നെയും തെറ്റി. അവിടെയാണ് കളി അവസാനിക്കാൻ 90 മിനിറ്റ് കഴിഞ്ഞു. എന്നിട്ടും 3-1 തന്നെ കളി നിലനിന്ന് പോവുകയായിരുന്നു. കളി അവസാനിക്കുമെന്ന് കരുതി എപ്പോഴാണ് അധികമായി ലഭിച്ച 4-ആം മിനിറ്റിൽ അതായത് 94-ആം മിനിറ്റിൽ നോർവേ പ്രതിരോധം പൂർണ്ണമായി തള്ളിക്കൊണ്ട് നമ്മുടെ പകരക്കാരനായി ഇറങ്ങിയ ദൂവെ ഫ്രാൻസിൻ്റെ 4ാമത്തെ ഗോൾ അടിച്ചത്. അങ്ങനെ നോർവേയുടെ പെട്ടിയിൽ അവസാനം ആണിയും അടിച്ച് അങ്ങനെ കളി അവസാനിച്ചു 4-1. അതെ, ഫ്രാൻസ് വമ്പൻ വിജയത്തോടെ മറ്റേ ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായി തന്നെ അടുത്ത റൗണ്ടിലേക്ക് കടന്നു. അതേപോലെ തന്നെ നോർവേയുടെ എന്ന് പറഞ്ഞാൽ കളിച്ച 2 മത്സരങ്ങളും ഫ്രാൻസിനോട് പരാജയപ്പെട്ടാലും ആദ്യത്തെ 2 മത്സരങ്ങളും ജയിച്ച നോർവേ 6 പോയിൻറ്റോടെ 2ാം സ്ഥാനത്തായിട്ട് അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. അങ്ങനെ പ്രീ ക്വാർട്ടറിൽ എത്തുമ്പോൾ നമ്മുടെ ഹലാൻഡ് നമ്മുടെ സൂപ്പർ താരമൊക്കെ ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. നമ്മുടെ ഐവറി കോസ്റ്റാണ് ഇനി നോർവേക്ക് നേരിടാനുള്ളത്. അപ്പോൾ നല്ലൊരു മത്സരം എന്ന് തന്നെ പറയാം. വളരെ മനോഹരമായ മത്സരം തന്നെയായിരുന്നു. ഫ്രാൻസിൻ്റെ ആധിപത്യം എന്ന് പറയാം. അങ്ങനെ കളി 4-1 അവസാനിച്ചു. ഫ്രാൻസിൻ്റെ എംബാപ്പയ്ക്ക് ഗോൾ നേടാൻ സാധിച്ചില്ല. അതൊരു വലിയൊരു നിരാശ തന്നെയാണ്. എംബാപ്പ മാക്സിമം ശ്രമിച്ചുവെങ്കിലും എംബാപ്പയ്ക്ക് കിട്ടിയില്ല. അതിന് പകരം കിട്ടിയത് നമ്മുടെ ഡെമ്പലേക്കായിരുന്നു ഇന്നൊരു അവസരം. ഈ 3 ഗോള് എംബാപ്പയാണ് നേടിയിരുന്നെങ്കിൽ മെസ്സിക്ക് പിന്നെയും ഭീഷണിയായി മാറിയാണ്. മെസ്സി ആരാധകരുടെ പ്രാർത്ഥനയാണോ എന്നറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ഫ്രാൻസ് വന്നത് വെറുതെ അല്ല. ഫ്രാൻസ് ലോക ചാമ്പ്യന്മാരാവാൻ തന്നെയാണ് ഈ പ്രാവശ്യം വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഫൈനലിൽ തോറ്റതിൻ്റെ പകരം അവർ ഈ പ്രാവശ്യം തീർക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഫ്രാൻസിൻ്റെ വമ്പൻ തിരിച്ചുവരവ് തന്നെയായിരിക്കും. ഈ ലോകകപ്പ് ലക്ഷ്യമിട്ട് തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. അവരെന്തായാലും ഇത് നല്ലൊരു ഭീഷണിയായി ഈ ടീമിൻ്റെ അവസാനം കാലത്തോളം ടൂർണമെൻറ്റിൻ്റെ അവസാനത്തോളം അവരുണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ ഫ്രാൻസ് ഈ ലോകകപ്പ് മുത്തമിടാൻ എന്ന് പറയുന്ന ഒരു രാജ്യമായി തന്നെയായി ഒരു പ്രതീക്ഷ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മത്സരം കഴിയുന്തോറും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും സുലാൻ.